ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ഹിന്ദി ചേംബർ. ഞാൻ ബാബു പനിക്കൽ. ഇന്ന് നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത് ഖിഡ്കി എന്ന് പറയുന്ന ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. ഖിഡ്കി എന്ന് പറയുന്ന ചാപ്റ്റർ വളരെ വിശദമായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്ത് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ വൺ വേഡ് ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളും നമ്മൾ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതെല്ലാം കണ്ട് പഠിച്ചിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഖിഡ്കി എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ആ ചോദ്യം നമുക്ക് നോക്കാം. പേജ് നമ്പർ 13 റെയിൽഗാഡി के अनुभव ने पत्नी को अपने पिता की याद दिलाई. തീവണ്ടിയിലെ അനുഭവങ്ങൾ ഭർത്താവിന് തന്റെ അച്ഛന്റെ ഓർമ്മിപ്പിച്ചു. ഉസ്കി ഡയറി ലിഖിയും, അതിനെ പറ്റിയുള്ള ഡയറി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഡയറി എഴുതാനില്ലാത്ത ഒരു ചോദ്യവും ഒരു ചോദ്യ പേപ്പറും പരീക്ഷയ്ക്കുണ്ടാവില്ല. ഓണ പരീക്ഷയ്ക്കാവട്ടെ, ക്രിസ്മസ് പരീക്ഷയ്ക്കാവട്ടെ, ആനുവൽ എക്സാമിനേഷൻ ആവട്ടെ, ഡയറി ഇല്ലാത്ത ഒരു ചോദ്യവും നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഡയറി വളരെ പ്രധാനപ്പെട്ടതാണ്. 4 മാർക്കിന് ചോദിക്കുന്നതാണ്. ഇപ്പൊ ഡയറി എഴുതുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു കോളം ഉറപ്പായിട്ട് നമ്മൾ വരച്ചിരിക്കണം. ആ കോളത്തിന്റെ ഒരു സൈഡില് നമ്മൾ ഡേറ്റും മറ്റേ സൈഡില് ഡേയും എഴുതിയാൽ മാത്രം മതി. അതിനുശേഷം നമ്മൾ തന്നിരിക്കുന്ന ചോദ്യത്തിനനുസരിച്ചാണ് നമ്മൾ ഡയറി എഴുതേണ്ടത്. ഇവിടെ തന്നിരിക്കുന്ന ചോദ്യം, റെയിൽഗാഡിയിലെ അനുഭവങ്ങൾ ഭർത്താവിന് അഥവാ ആ പുരുഷന് തന്റെ അച്ഛനെ കുറിച്ചുള്ള ഓർമ്മയ്ക്ക് കാര്യമായി. അതിനെപ്പറ്റിയാണ് ഡയറി എഴുതാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഡയറി എഴുതേണ്ടത് ആ മനുഷ്യനായിട്ടാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. ഏതെങ്കിലും ഒരു ഡേറ്റ് നിങ്ങൾ എഴുതുക. അതായത് അത് എഴുതേണ്ടത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഡേറ്റ് എഴുതാം. എന്നിട്ട് നമ്മൾ എഴുതി തുടങ്ങുക. ആജ് ഹം ഹോഷിയാർപൂർ കി ട്രെയിൻ മേൻ ഥേ. ഇന്ന് ഞങ്ങൾ ഹോഷിയാർപൂരിലേക്കുള്ള ട്രെയിൻ യാത്രയിലായിരുന്നു. ജനറൽ കോച്ച് മേ യാത്ര കാ അനുഭവ അലഗ് ഥ. ജനറൽ കോച്ചിൽ യാത്ര അനുഭവം അത് വേറിട്ടതായിരുന്നു. തബി ഏക് ലഡ്കി ഷോൾ ബേച്ചിനെ ആയി. അപ്പോൾ ഒരു സ്ത്രീ, ഒരു പെൺകുട്ടി ഷോള് വിൽപ്പനയ്ക്കായി കമ്പാർട്ട്മെന്റിൽ വന്നു. മോൾ ഭാവ കർത്തെ ഹുയെ ഉസ്കി ആംഖോമേ ഉദാസി ഔർ നമി ദിഖി. വില പേശൽ ചെയ്യുന്ന സമയത്ത് അവളുടെ കണ്ണുകളിൽ ദുഃഖവും അതുപോലെ തന്നെ കണ്ണുകളിൽ നനവ് അഥവാ ഈർപ്പവും കാണപ്പെട്ടു. ഉസേ ദേഖിക്കർ മുझे തുരന്ത് അപ്പനെ പിതാജിക്ക് യാദ് ആകെ. അത് കണ്ടപ്പോൾ പെട്ടെന്ന് എനിക്ക് എൻ്റെ അച്ഛനെ കുറിച്ചുള്ള ഓർമ്മ വന്നു. പിതാജി ഭി ട്രെയിൻ മേം സാമാൻ ബേച്ച്കർ കർ ആത്തെ ഥേ. അച്ഛനും ട്രെയിനിൽ സാധനങ്ങൾ വിറ്റിട്ട് വീട്ടിൽ വന്നിരുന്നു. ഉൻകി ആംഖോമേം ഭി അക്സർ വഹി ഥകാൻ ഔർ നമി ഹോത്തി ഥി. അദ്ദേഹത്തിന്റെ കണ്ണുകളിലും മിക്കവാറും ഇതേപോലുള്ള ക്ഷീണവും ഇതേപോലുള്ള നനവും കണ്ടിരുന്നു. ജൈസെ ഉസ് ലഡ്കിക്ക് ആംഖോമേം ഥി. എപ്രകാരമാണോ ആ പെൺകുട്ടിയുടെ കണ്ണുകളിൽ ഇപ്പോൾ കണ്ടിരുന്നത്, അതുപോലെ അച്ഛന്റെ കണ്ണുകളിലും ഞാൻ ഒരിക്കൽ അതേപോലെ കണ്ടിരുന്നു. ഉസ് പൽ മുझे ലഗ. ആ നിമിഷം എനിക്ക് തോന്നി. ജൈസെ പിതാജി മേരെ സാമനെ ഹോ. എൻ്റെ മുൻപിൽ അച്ഛൻ പ്രത്യക്ഷപ്പെട്ടു നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നി. യഹ് റെയിൽ യാത്ര മുझे പിതാജി കെ സംഘർഷ് और उनकी यादों में लगी. ഈ തീവണ്ടി യാത്ര എന്നെ അച്ഛൻ്റെ ഓർമ്മയിലേക്ക്, വളരെ വളരെ വർഷങ്ങൾക്ക് മുൻപുള്ള ആ ഓർമ്മയിലേക്ക് എന്നെ കൊണ്ടുചെന്ന് എത്തിച്ചു. ഇത് ഇങ്ങനെയാണ് നമ്മൾ ഡയറി എഴുതേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഇത്രയും എഴുതി കൊടുത്താൽ, ഇത്രയും ഭംഗിയായിട്ട് എഴുതിയാൽ നമുക്ക് 4 മാർക്കാണ് ലഭിക്കുന്നത്. അപ്പോൾ ഡയറി ഒരിക്കലും നിങ്ങൾ ഉപേക്ഷിച്ച് കളയരുത്. ഡയറി ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ച് ഇത് പഠിക്കുക. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കായിട്ട്
ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത ചാപ്റ്ററിന്റെ വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.